ഞങ്ങൾക്കൊരു ഞങ്ങളെ കുറച്ച് ആളുകൾ ഈ പറയുന്ന ഞങ്ങളെ കുറച്ച് ആളുകൾ സമീപിക്കാനുള്ളത് ഒരു ബൈക്ക് മോഷ്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 50 ഗ്രാം കഞ്ചാവ് തരാം എന്നൊരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങനൊരു സംസാരത്തിൽ ആ ഒരു സമയമായപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഒരു ബൈക്ക് മോഷ്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 ഗ്രാം കഞ്ചാവ്, ആ കഞ്ചാവ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ തരാമെന്നൊരു സംസാരത്തിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ബൈക്ക് മോഷ്ടിക്കാൻ തുടങ്ങി. ഞങ്ങൾ 12 ബൈക്ക് മോഷ്ടിച്ചാൽ കൊടുത്തു. ആ 12 ബൈക്ക് മോഷ്ടിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് 50 ഗ്രാം കഞ്ചാവ്. ഈ 50 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് രാവിലെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ 3 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ പൂർണ്ണമായിട്ടും 50 ഗ്രാം കഞ്ചാവ് അടിച്ച് തീർന്നിട്ടുണ്ടാവും. കാരണം ഏകദേശം 4-5 വർഷം തുടർച്ചയായിട്ട് കഞ്ചാവിനും ഈ പറയുന്ന എംഡിഎമ്മിനും പശക്കും സ്റ്റാമ്പിനും വേണ്ടിയിട്ട് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒറ്റപ്പാലം എന്നെ ശ്രീകൃഷ്ണപുരം പോലീസായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ 12 പേര് പിടിച്ചത് ശ്രീകൃഷ്ണപുരം പോലീസായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കമ്മിയുള്ളത് 12 വയസ്സിലെ കുട്ടിയായിരുന്നു. ഞങ്ങളെ ഈ 12 പേരില് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കമ്മി ഉണ്ടായിരുന്നത് 12 വയസ്സിലെ കുട്ടിയായിരുന്നു. ഒരാൾക്ക് 14 വയസ്സായിരുന്നു, ഒരാൾക്ക് 17 വയസ്സായിരുന്നു. അങ്ങനെ ഒരു 3 പേർക്ക് പ്രായപൂർത്തിയായ കുട്ടികളായിരുന്നു. ബാക്കി 8 പേരെ ഒറ്റപ്പാലം സബ് ജയിലിക്കാനായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സബ് ജയിലിൽ ഞങ്ങൾ കയറി ചെന്നു. ഒരു 7 ദിവസം കഴിഞ്ഞു. 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്തു, കാരണം 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞു. ഈ 3 ദിവസം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജയിലിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന 11 ദിവസങ്ങളുണ്ട്. ഞങ്ങൾക്ക് ജയിലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കഞ്ചാവ് കിട്ടും. എന്നുവെച്ചാൽ ജയിലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കഞ്ചാവ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ഞങ്ങൾ ചെന്നപാടെ കാരണം ഈ കഞ്ചാവാണെന്നെങ്കിലും മറ്റെന്ത് രൂപത്തിലാണെന്നെങ്കിലും ഈ ആളുകൾക്കിടയിൽ ഇങ്ങനൊരു ടീം കയറി വരുന്നുണ്ട് അറിയുമ്പോൾ ആളുകൾക്കിടയിൽ ആളുകൾ അവരെന്തോ ഒരു വലിയ സംഭവം അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് എന്തോ വലിയൊരു പുണ്യപ്രവർത്തനം ചെയ്തിട്ടാണ് അവർ ജയിലിലേക്ക് വന്നത്. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ 12 പേർക്ക് ഞങ്ങൾക്ക് നല്ല ബഹുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ കാരണം ഞങ്ങൾ കട്ടിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്റെ ഉപ്പാക്ക് നേരെ അക്രമം അയച്ചുവിട്ട രൂപത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർ ക്രിമിനൽസ് ആണ്. പിന്നെ ഞങ്ങൾക്ക് അതിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പല ഓഫറുകളും തരാൻ തുടങ്ങി. കാരണം അവിടുന്ന് ഇങ്ങോട്ട് എംഡിഎമ്മിന് എസ്കോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ തരാൻ വേണ്ടി ഒരു ടീം നടത്തിയെത്തി. അതുപോലെ 500 കിലോ കഞ്ചാവിന് എസ്കോർട്ട് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കോണ്ടാക്റ്റുകൾ ഈ ജയിലിന്റെ ഉള്ളിൽ കയറി ചെന്ന വാർത്തനെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ 7-6 ദിവസം ഞങ്ങൾക്ക് ഇത് സാധനം ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അതിനുള്ളിൽ